രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകികോകിലം ജാനകീജീവനസ്മരണം. ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് വാൽമീകി രാമായണത്തിൽ മന്ത്രിമാരെ മുഴുവനും വിളിച്ചു കൂട്ടി രാമനെ എങ്ങനെ നേരിടണം എന്ന് രാവണൻ ചർച്ച ചെയ്തു. അവിടെ എല്ലാവരും കുംഭകർണനും വിഭീഷണനും ചേർന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിനുശേഷം കുംഭകർണൻ പറയുന്ന കാര്യമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയണത്. സദാ പരിഷദം കൃഷ്ണാം സമീക്ഷ്യ സമിതിഞ്ജയ പ്രചോദയ മാസതദാ പ്രകസ്തം വാഹിനീപതി. പ്രകസ്തൻ പ്രധാനപ്പെട്ടതായിട്ടുള്ള സൈന്യാധിപനാണ്. അദ്ദേഹം പറഞ്ഞു, ജാഗ്രത എല്ലാ ദിക്കിലും വേണം. അതായത് രാവണൻ പ്രകസ്തനോട് പറയണം. പ്രകസ്തനോട് പറഞ്ഞ പ്രകസ്ത സേനാപതി, എല്ലാ കാര്യത്തിലും നമുക്ക് ജാഗ്രത വളരെയേറെ വേണം. യോദ്ധാൻ അധിക രക്ഷായാം, എല്ലാ യോദ്ധാക്കളെയും വേണ്ട പോലെ വേണ്ട ദിക്കിൽ വിന്യസിച്ച് നിയോഗിച്ച് തയ്യാറാക്കി നിർത്തണം എന്ന് രാവണൻ സേനാധിപനായിട്ടുള്ള പ്രകസ്തനോട് കൽപ്പിച്ചു. വളരെ വേഗം തന്നെ ആ സേനാ അംഗങ്ങളെ മുഴുവനും വിളിച്ചു കൂട്ടി യഥാസ്ഥാനത്ത് വിന്യസിച്ചു. അതിനുശേഷം പറഞ്ഞു, നിഹിതം ബഹിരന്തശ്ച ബലം ബലവതസ്തവ. രാവണരാജാൻ സൈന്യങ്ങളെ വേണ്ട പോലെ ഞാൻ വിന്യസിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ അങ്ങയുടെ ഇഷ്ടം പോലെ ആജ്ഞ കൊടുക്കുക. അതവർ ചെയ്യും, കടപ്പെട്ടവരാണല്ലോ. കുരുഷ അവിമന ക്ഷിപ്രം, യാതൊരു വൈമനസ്യവും വിചാരിക്കാതെ, അവിമന മനസ്സിൽ പ്രശ്നമൊന്നും തോന്നാതെ, ക്ഷിപ്രം വേഗം, വേണ്ടത് ആജ്ഞാപിച്ചാലും. ഈ പ്രകസ്തൻ പറഞ്ഞത് കേട്ടിട്ട് തൻ്റെ ഹിതം കാക്ഷിക്കുന്ന ആളാണ് എന്ന് കരുതി രാവണൻ എല്ലാവരും കേൾക്കത്തക്ക വിധത്തിൽ പറഞ്ഞു, പ്രിയേ സുഖം ദുഃഖം ലാഭാലാഭോ ഹിതാഹിതേ ധർമ്മകാമാർത്ഥ കൃച്ഛ്രേഷു യൂയം അർഹത വേദിതും. എന്താ പറയുക, ചില സമയത്തൊക്കെ ഇങ്ങനെ കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. നല്ല വിവരമാണ് രാവണന്. ചെയ്യണ പ്രവൃത്തി ലക്ഷ്യം നോക്കിച്ച മഹാമോശമാണ്. ഇത്ര വിവരമുള്ള ഒരാൾക്ക് എങ്ങനെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റുക? സീതയെ കൊണ്ടുവരിക, പരതാരങ്ങളെ കൊണ്ടുവരിക, അതും അവളുടെ സമ്മതം കൂടാതെ. അത് എങ്ങനെ രാവണൻ ചെയ്യും? ഇപ്പം ഇവിടെ എന്താ ചോദിക്കട്ടെ, ധർമാർത്ഥ കാമ കൃച്ഛ്രേഷു, നമുക്ക് എന്ത് ചെയ്യണം? കൃതകൃത്യത വരണം എന്നുണ്ടെങ്കിൽ ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ നേടുന്നതിൽ സംശയങ്ങൾ വരുമ്പോൾ എപ്പോഴും വേണ്ടപ്പെട്ടവരോട് ആലോചിക്കേണ്ടതാണ്. അതൊക്കെ അറിയാം. അതറിയുന്ന ഒരാളെ എങ്ങനെ ഈ തെറ്റ് ചെയ്തു എന്ന് മാത്രം മായ ബാധിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ചിലത് തോന്നില്ല വേണ്ടത്, ബാക്കിയൊക്കെ അവർക്ക് തോന്നും. ചിലത് മാത്രം വേണ്ടത് തോന്നില്ല. അത് സ്ത്രീക്ക് അടിമപ്പെട്ടിട്ടാണ് അങ്ങനെ വരുന്നത്. ഒരു ബലഹീനത എല്ലാവർക്കും ഉണ്ടാവുന്ന. സർവകൃത്യാനി യുഷ്മാഭി, അതാണ് സമാരബ്ധാനി സർവദ. ഇത്രയും കാലം ഒക്കെ ഞാൻ നിങ്ങൾ പറയണത് കേട്ടു, എനിക്ക് അത്ര കുഴപ്പമൊന്നും ഉണ്ടായില്ല. എൻ്റെ ഒരു ഉദ്യമങ്ങളും വിഫലമായിട്ടില്ല. ഇന്ദ്രനെ ജയിക്കാനും ദേവന്മാരെ ജയിക്കാനും അസുരന്മാരെ ജയിക്കാനും എല്ലാം ഞാൻ നിങ്ങളോട് ആലോചിച്ചിട്ട് ചെയ്തു, എനിക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല. ഇനിയും അത്തരത്തിലുള്ള സഹകരണവും നിങ്ങളുടെയൊക്കെ മന്ത്രണം ഉപദേശാഭിപ്രായങ്ങൾ എനിക്ക് വേണം. ഇപ്പോൾ ഞാൻ ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഇന്ദ്രനാൽ ചുറ്റപ്പെട്ട പോലെ സർവ്വ ഐശ്വര്യങ്ങളുടെയും നടുവിലാണ് നിൽക്കുന്നത്. ഇനിയും എനിക്കത് വർദ്ധിപ്പിക്കണം. ഇനിയും മേപ്പോട്ട് അല്ലാതെ ഒരിക്കലും കീഴ്പ്പെട്ട രാവണ ചക്രവർത്തി പോകാൻ പാടില്ല. സസോമഗ്രഹനക്ഷത്രേ
സോമം, ഗ്രഹം, നക്ഷത്രം, അതായത് സോമം, ചന്ദ്രൻ ഇവയാൽ ചുറ്റപ്പെട്ടതായ ഞാൻ, എല്ലാവരും ഇപ്പം എൻ്റെ കീഴിലാണ്, ഞാൻ ഇനിയും എനിക്ക് ഉയരണം, ശോഭിക്കണം. ഈ കുംഭകർണൻ എപ്പോഴും 6 മാസം ഉറങ്ങുകയാണ് ചെയ്യുക എന്നാണ്. അപ്പം അത് കാരണം എനിക്ക് കുംഭകർണനോട് ചോദിക്കാനും അറിയാനും 6 മാസം കഴിഞ്ഞില്ല. ഇത് പണ്ടത്തെ ഒരു വരം കൊണ്ടാണ്, 6 മാസം ശാപം കൊണ്ട് ഉറക്കവും 6 മാസം ഉണർന്നിരിക്കാനും ആവട്ടെ എന്ന് നിദ്രാവത്വമാക്കി. നിർദേവത്വമാണ് ചോദിച്ചത്, ദേവന്മാരില്ലാണ്ടേവണം. വാക്ക് പഴിച്ചതുകൊണ്ട് എന്തായി? നിദ്രാവത്വമായി. 6 മാസം ഉറക്കവും 6 മാസം ഉണർന്നിരിക്കലുമാണ് കുംഭകർണൻ്റെ അവസ്ഥ. അതുകൊണ്ട് ഇത്രയും കാലം അവൻ ഉറങ്ങായതുകൊണ്ട് എനിക്ക് അവനോട് ചോദിക്കാനോ പറയാനോ അറിയിക്കാനോ കഴിഞ്ഞില്ല. ഇപ്പോൾ അവൻ ഉണർന്നുണ്ട്. സമയം നോക്കുമ്പോൾ അവൻ ഉണർന്നൊരു സമയമായതുകൊണ്ട് ഇതാ ആയുധമേന്തിയവരിൽ മുമ്പനായി മഹാബലവാനായി ഇവൻ ഇപ്പോൾ മുമ്പിൽ കാണുന്നു. അപ്പം ആ കുംഭകർണന് ഞാൻ ഈ പറഞ്ഞത് ബാധകമാണ്. ആനീത മായാ സീത എല്ലാവരും കേൾക്കത്തക്ക വിധം പറയണം. സാമേന ശയ്യാമാരോട് ഇച്ഛത്യലസഗാമിനി. ഇവിടെ നമുക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നുന്നു. രാവണൻ്റെ ആ ഒരു പ്രകൃതമാണോ? കഥാകൃത്ത് എന്തുകൊണ്ട് ഇങ്ങനെ എഴുതി? എന്താ കാരണം? ഒരു രാജാവ് വളരെ പ്രധാനപ്പെട്ട മന്ത്രിമാരെ മുഴുവൻ കൂട്ടി വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ ഇപ്പം നിങ്ങളെയൊക്കെ വിളിച്ചത് എന്തിനാണ്? രാമപത്നിയായിട്ടുള്ള സീതയെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, അവളെ എനിക്ക് വഴങ്ങണില്ല. അതിന് ഇവരൊക്കെ എന്താ ചെയ്യുക ആലോചിച്ചു. ഇവരൊക്കെ കൂട്ടിയാൽ സീതയെ വഴക്കാൻ പറ്റുമോ? എത്ര വിട്ടിത്തരവും ബോഷ്ക്കും. വല്ല രാജ്യം തട്ടിപ്പറിച്ചതോ ഒരാളെ കൊല്ലുന്നതോ അങ്ങനെ എന്തെങ്കിലും ഒരു രാജകാരി ആലോചിക്കണമെങ്കിൽ അതിനൊരു രസം ഉണ്ടല്ലേ. ഞാൻ സീത ഇവിടെ കൊടുക്കുന്നുണ്ട്, ഇതുവരെയൊക്കെയായിട്ട് അവളെനിക്ക് വഴങ്ങിയിട്ടില്ല. രാമൻ ഈ കാര്യത്തിൽ എന്നോട് എതിർത്ത് വരും. ഈ കാര്യത്തിൽ നിങ്ങളുടെ ഉപദേശം തേടാനാണ് കഷ്ടയെ ആലോചിച്ച് നോക്കും ഞാൻ നിങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടിയിരിക്കണത്. ചിരി വരും, നമുക്ക് അത്ഭുതം തോന്നും. അങ്ങനെ ഒരു രാജാവ് പറയുമോ മന്ത്രിസഭയിൽ? ആരാണ് സീത? സാമേന, അതായത് ത്രിഷു ലോകേഷു ചന്യാമേ ന സീത സദൃശീമയ. ഇതുപോലെ സുന്ദരിയായിട്ട് ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. മയൻ്റെ മായറ്റാണോ ഇവള്? എന്തുമാത്രം സൗന്ദര്യം! അവളുടെ ആ ഒരു രൂപവും അംഗസൗട്ടവും എന്നെ വല്ലാതെ ആകർഷിക്കുന്നു. അതിസുന്ദരങ്ങളായിട്ടുള്ള 2 പാദങ്ങൾ, ചുവന്ന നിറത്തിൽ താമരപ്പൂയുടെ അതിൽ പോലുള്ള പാദങ്ങൾ, അതിൽ നിന്ന് എൻ്റെ മനസ്സേ വേറെ ആവുന്നില്ല. ഏതേത് അംഗങ്ങളിലേക്ക് എൻ്റെ കണ്ണ് പോകണോ അവിടെ എൻ്റെ കണ്ണ് ആസ്വദിച്ചുറക്കുകയാണ് അവളിൽ എന്നൊരു തീയിൽ പറയുന്നുണ്ട്. എവിടെയൊക്കെ നിന്നെ അവയവങ്ങളിൽ എൻ്റെ കണ്ണെത്തുന്നു അവിടെ എൻ്റെ കണ്ണ് എടുക്കാൻ എനിക്ക് തോന്നണില്ല. അതാണ് സ്ത്രീലമ്പടത്വം. അതുകൊണ്ട് ഹോമ അഗ്നിയിലത്തെ ജ്വാല പോലെയും സൂര്യരശ്മി കത്തിജ്വലിക്കുന്നത് പോലെയും അവളിലുള്ള എൻ്റെ ആസക്തിയും കാമവും മന്ത്രിമാരെ വർദ്ധിക്കുകയാണ്. അങ്ങനെയൊക്കെ ഒരു രാജാവ് രസ്യമായിട്ട് മന്ത്രിമാരോട് പറയൂ. ആലോചിച്ചു, സ്ത്രീക്ക് അടിമപ്പെട്ടാൽ എന്ത് തന്നെ ചെയ്യില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് കാണിക്കുന്നത്. ഉന്നസമ്പദനം വൽഗു വിപുലഞ്ചാരുലേപലോചനം. സുന്ദരമായിട്ടുള്ള കണ്ണുകൾ, മനോഹരമായിട്ടുള്ള മൂക്കുകൾ, മനോഹരമായിട്ടുള്ള കണ്ണുകൾ, ഇത്തരത്തിലുള്ള അവയവങ്ങളോട് കൂടിയിട്ടുള്ള അവളുടെ മുഖം കണ്ട് വീണ്ടും വീണ്ടും ഞാൻ അവളിൽ ആസക്തനായിട്ട് തീരുന്നു. അതുകൊണ്ട് വളരെയേറെ ഞാൻ വിവശനാണ് എന്ന് പറയാണ്. സാധു സംവത്സരംകാലം മാം അയാചത ഭാമിനി. ഒരു കൊല്ലത്തിലിടയ്ക്ക് അവൾ എന്നോട് സമയം ചോദിച്ചിട്ടുണ്ട്. അത് രാവണന് വഴങ്ങാനൊന്നുമില്ല. ആ കൊല്ലത്തിലിടയ്ക്ക് രാമൻ വരുന്നും രാവണനെ വധിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. രാവണൻ വിചാരിച്ചു ഒരു കൊല്ലത്തിലിടയ്ക്ക് മനസ്സുകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ആവട്ടെ, അതിനാണെന്ന്. സാധു സംവത്സരംകാലം മാം അയാചത ഭാമിനി. എന്നോട് അവൾ യാചിച്ചിട്ടുണ്ട്, ഒരു കൊല്ലം കാലം വേണമെന്ന് എന്നെ ഭർത്താവാക്കാൻ. അതിനൊന്നല്ല, ഒരു കൊല്ലം ചോദിച്ചത് രാവണൻ്റെ കഥ കഴിക്കാനാണ്. അതുകൊണ്ട് ഞാൻ കാമപരവശനാണ്. തന്മയാചാരു നേത്രായ പ്രതിജ്ഞാതം വജശുഭം ചാന്തോഹം സതതം കാമാൻ യാതോ ഹയ
ഇവ ധ്വനി. അതുകൊണ്ട് വഴി താണ്ടുന്ന കുതിരയെ പോലെ ഞാൻ തളർന്നിരിക്കുന്നു. ദൂരം സഞ്ചരിച്ച കുതിരകൾക്ക് തളർച്ചയുണ്ടാവും. അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥ. മനസ്സ് ഒന്നിൽ വല്ലാതെ പ്രവേശിച്ചാലും അതേ അവസ്ഥയുണ്ടാവും. അത് നേടാതെ കണ്ട് ഒരു ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഇവിടുന്ന് അനങ്ങാനോ തോന്നില്ല. ഇനി അത് നേരെയാക്കാണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. കാമപരവശയുമ്പോഴാണ് അധികം അങ്ങനെ ഉണ്ടാവുക. ദേഷ്യത്തിനുണ്ടാവും. കാമം ക്രോധം അതിശക്തങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് ഇനി ഒരടി മുന്നോട്ട് പോകണമെങ്കിൽ സീത വഴങ്ങണം. ഒട്ടും എനിക്ക് സമാധാനമില്ല. ആ ഹനുമാൻ ഇവിടെ വന്ന് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണമല്ലോ. ആരും അറിയാത്തതില്ല. എന്തൊക്കെയാണ് അവൻ ചെയ്തത്? ഒരു സാധാരണ കുരങ്ങൻ ചെയ്യുന്ന കാര്യങ്ങളാണോ ചെയ്തത്? അപ്പോൾ അവൻ നിസ്സാരക്കാരനല്ല. അവനെപ്പോലത്തെ വാനരന്മാർ കുറേ ഉണ്ട്. അത്രയും ഇനിയും സുഗ്രീവാദികളും ചില്ലറക്കാരല്ല. ഇവരെല്ലാം വടക്കേ കരയിൽ എത്തിയിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം, എങ്ങനെ അവരെ നേരിടണം. സാഗരം വാനരെ തീർത്തു ആ നിശ്ചയേന ജയ ഉമമ. ഈ സാഗരം കടന്ന് അവർ ഇവിടെ വന്ന് എന്തൊക്കെ ചെയ്താലും നമുക്ക് അവരെ കൊല്ലണം. ചിലതൊക്കെ ചെയ്യുമായിരിക്കും, പക്ഷേ നമുക്ക് അവരെ കൊന്നേ പറ്റൂ. തസ്യ കാമപരീതസ്യ നിശമ്യ പരിദേവിധം. അങ്ങനെ വേഗമൊന്നും ഇവിടെ വന്ന് എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. അഥവാ അവർ ചെയ്താൽ നമുക്കതിനെ നേരിട്ടേ മതിയാവും. എൻ്റെ ഈ കരുത്തമായിട്ടുള്ള ആയുധങ്ങളെക്കുറിച്ച് ബോധമില്ലാത്തതുകൊണ്ടാണ് രാമലക്ഷ്മണന്മാർ എൻ്റെ മുമ്പിലേക്ക് വരണത്. വന്നാൽ തന്നെ അവരുടെ കഥ കഴിഞ്ഞതാണ് എന്നൊക്കെ തൻ്റെ ആ ബലത്തെക്കുറിച്ച് ആത്മവിശ്വാസത്തോട് കൂടി. അപ്പോൾ കുംഭകർണൻ ഈ സമയത്ത് പറഞ്ഞു, യദാതു രാമസ്യ പ്രസക്യ സീതാ ഖലു സാ ഇഹാഹൃദ സമീക്ഷേവ സുനിശ്ചിതം തഥാ ഭജേത ചിത്തം ദവനേമയാമുനം. കുംഭകർണൻ പറഞ്ഞു, ജ്യേഷ്ഠ, ഒരു കാര്യമുണ്ട്. അങ്ങ് ശരിക്ക് വളരെയധികം ആലോചിച്ച് ചെയ്യേണ്ടൊരു കാര്യമായിരുന്നു ഇത്. സീതയെ കൊണ്ടുവന്നപ്പോൾ ഞങ്ങളോടൊന്നും ആലോചിച്ചില്ല. ഇപ്പോൾ രാമൻ വരുന്നുണ്ടെന്ന് കണ്ട് ഞങ്ങളോട് ആലോചിച്ചു. അതിന് എന്താണ് അർത്ഥം? എല്ലാം കഴിഞ്ഞ് അവർ ശത്രുക്കൾ ആക്രമിക്കാൻ വരുന്നു. അവരാണെങ്കിൽ കുറച്ച് ശക്തരാണ് താനും. ഏത് പ്രകാരത്തിൽ ഇളകാത്ത ഒരു പർവ്വതം നിൽക്കുന്നുവോ, യമുനാ നദിയിലത്തെ പർവ്വതം പോലെ എന്ന് ഉദാഹരണം ഉപമ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ അങ്ങയുടെ മനസ്സിനെ പരതാരത്തിൽ പ്രവേശിക്കാതെ അങ്ങ് ഉറപ്പിച്ചു നിർത്തേണ്ടിയിരുന്നു. ഇങ്ങനെ എല്ലാവരും തുടങ്ങിയാൽ ഈ ലോകത്തിൻ്റെ വ്യവസ്ഥ തന്നെ എന്തായിരിക്കും? ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണോ ഞങ്ങളോട് ആലോചിക്കുന്നത്? ദശാനന, രാജകാര്യങ്ങൾ ആലോചിച്ച് ഉറച്ച് തീരുമാനിക്കുന്നവന് പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ല. ആലോചന ഇല്ലാണ്ട് വികാരങ്ങൾക്ക് അടിമപ്പെട്ട് വിചാരമില്ലാതെ ചെയ്താൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. പശ്ചാൽ പൂർവകാര്യാണി കർമ്മണ്യ അഭിചികീർഷതി. ആദ്യം ചെയ്യേണ്ടത് പിന്നെ ചെയ്യുക, പിന്നെ ചെയ്യേണ്ടത് ആദ്യം ചെയ്യുക. ഇത് തെറ്റാണ്. ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്യണം, പിന്നെ ചെയ്യേണ്ടത് പിന്നെ ചെയ്യണം. അങ്ങനെയല്ലേ വേണ്ടത്? അങ്ങിപ്പോൾ എന്ത് ചെയ്തു? ആലോചിക്കേണ്ടത് പിന്നെ ഇപ്പം ചെയ്യണം. ചെയ്യേണ്ടത് ചെയ്ത് കഴിഞ്ഞു, സീതയെ കൊണ്ടല്ലോ. എന്നിട്ട് ആലോചിക്കണം. അതിന് പകരം തിരിച്ചായാലോ, ആയിരുന്നെങ്കിലോ ഞങ്ങളൊക്കെ പറയുമായിരുന്നു ആ പണി വേണ്ട കേട്ടോ എന്ന്, ആ കളി വേണ്ട എന്നും സീതയെ കൊണ്ടുവരണ്ട എന്ന് ഞങ്ങൾ ഒറ്റക്കെട്ടായി പറയുമായിരുന്നു. പക്ഷെ അതിനുള്ള അവസരം ഞങ്ങൾക്ക് തന്നുവോ അങ്ങ്? ആലോചനയില്ലാതെ എടുത്തു ചാടുന്നവരുടെ ആ താവളത്തിൽ വളരെ വേഗം ശത്രുക്കൾ കയറും. ഹംസങ്ങൾ പർവ്വതത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് പോലെ അനായാസേന ശത്രുക്കളുടെ വിളയാട്ടമായിട്ട് മാറും ഇവിടെ. അതുകൊണ്ട് അങ്ങ് കുറച്ച് ആലോചന കുറവ് ചെയ്തെന്ന് പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. ശത്രുക്കളെല്ലാം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്തോളാം? അങ്ങയുടെ ശത്രുക്കളെ നശിപ്പിച്ചു കൊള്ളാം. കുറ്റപ്പെടുത്താനല്ല ഇപ്പോൾ പറയുന്നത്, ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. യതി ശക്ര വിഭസ്തന്തോ യതി പാവകമാരുതോ. അഗ്നിയാവട്ടെ, വായുവാവട്ടെ, ഇന്ദ്രനാവട്ടെ, ആരനായാലും കുബേരനായാലും അങ്ങയുടെ ശത്രുക്കളെ അല്ലെങ്കിൽ ഏട്ടൻ്റെ ശത്രുക്കളെ ഞാൻ വകവരുത്താം. ആര് തന്നെ വന്നാലും അവരുമായിട്ട് പൊരുതി അവരെ വധിക്കാൻ ഞങ്ങളിവിടെ ഉള്ളതുകൊണ്ട്
അങ്ങ് പേടിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞു എന്ന് മാത്രമൊക്കെയാണ്ട് ഒഴിവാക്കായിരുന്നു. സ്വൈരായിട്ട് ഇവിടെ വാഴായിരുന്നല്ലോ. എന്തിനാ അപ്പം ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയത്? മൂർച്ചയുള്ളതായുള്ള ദംഷ്ട്രകളുള്ളതായിരിക്കുന്ന ഞാൻ അലറിയാൽ ഒരു ശത്രുവും അവിടെ പേടിച്ചിട്ട് നിൽക്കില്ല. നിർദ്ദത തീക്ഷ്ണ ദംഷ്ട്രസ്യ ബിബിയാവൈ പുരന്തരേ. ഇന്ദ്രൻ പോലും പേടിക്കും എൻ്റെ ദംഷ്ട്ര കൊണ്ടുള്ള അലർച്ച കേൾക്കുമ്പോൾ. അടേട്ടൻ പേടിക്കൊന്നും വേണ്ട, ആശ്വസിക്കുക. പുനർമാം ദ്വിതീയേണ ശരേണ നിഹനിഷ്യതി. രണ്ടാമത്തെ ഒരമ്പ് എൻ്റെ മേൽ പ്രയോഗിച്ചാൽ ഞാനൊരമ്പ് അയക്കും, അതിലവർ പിന്മാറിയാൽ അവർക്ക് നല്ലത്. വീണ്ടും യുദ്ധം ചെയ്യാനാണ് ഭാവം എങ്കിൽ അവരുടെ ചോര കുടിച്ചിട്ടേ ഞാൻ വിശ്രമിക്കൂ. തതോഹം തസ്യ പാസ്യാമി രുതിരം കാമമാശസ. രണ്ടാമതൊരസ്ത്രൻ്റെ നേർക്ക് അവർ പ്രയോഗിച്ചാൽ ചോര കുടിച്ചിട്ട് പിന്നീട് ആ യുദ്ധം അവസാനിക്കൂ. ഇതങ്ങ് സമാധാനിച്ചോളൂ. രമസ്വകാമം പിബ ചാഗ്ര്യവാരുണീം കുരുഷ്യകാര്യാണി കിതാനി വിജ്വര മയാതുരാമേ ഗമിതേയമക്ഷയം ചിരായ സീതാ വശകം ഭവിഷ്യതി. അതുകൊണ്ട് സുഖമായിട്ട് മദ്യവും കഴിച്ച് അങ്ങ് ഒരു തിലവിടെ വാണൂളുക. ഒന്നിനെ പറ്റി ചിന്തിക്കേണ്ട, എല്ലാം ഞങ്ങൾ നോക്കണം. അത് കുംഭകർണൻ്റെ ആദ്യത്തെ വാക്യമാണ് കേട്ടോ. നീ കുംഭകർണ വാക്യം വരുന്നുണ്ട്. രാവണ, നീ ചെയ്ത തെറ്റായി എന്ന് പറഞ്ഞും കൊണ്ട്, അതാണ് യഥാർത്ഥ കുംഭകർണ വാക്യം എന്ന് പറയണത്. ഇത് കുംഭകർണൻ്റെ ധൈര്യപ്പെടുത്തൽ അത്രയേ ഉള്ളൂ. രാവണനെ പിന്താങ്ങണു അത്രയേ ഉള്ളൂ. കുംഭകർണ വാക്യം എന്ന് പറഞ്ഞാൽ അതല്ല, നീ വരാൻ പോകുന്നുണ്ട്. ജാനകി ഇവിടെ വന്ന അവർക്ക് ദുർനിമിത്തങ്ങൾ കാണുന്നു, ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കണമെന്ന് സർവൈശ്വര്യം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രധാന കുംഭകർണ വാക്യമല്ല ഇത്. ഞാൻ സഹായിക്കാം യുദ്ധത്തിൽ പറഞ്ഞിട്ട് സമാശ്വാസനാണ്. രാവണ സമാശ്വാസനാണ്. എനിക്കിപ്പോൾ മഹാപാർശ്വൻ എന്ന് പറഞ്ഞിട്ടുള്ള മന്ത്രി, ഒരു പ്രബലൻ അവരുടെ ഇടയിലുണ്ട്, മഹാപാർശ്വൻ. അവനും പറഞ്ഞു, തെല്ലു നേരെ ഇങ്ങനെ ആലോചിച്ചു കൊണ്ട് പറഞ്ഞു, മൃഗങ്ങളും സർപ്പങ്ങളും നിറഞ്ഞ ആ വനത്തിൽ ഒരാളെത്തി എന്ന് വിചാരിക്കുക. ഉപമ പറയണം, ഉപമ. അവിടെ തേന് ധാരാളം ഉണ്ടായിട്ട് അത് കുടിക്കാത്ത ഒരാൾ എത്ര വിഡ്ഢിയാണ്. യക്കല്ലവി വനം പ്രാപ്യ മൃഗവ്യാള സമാകുലം ന പിബേൻ മധു സംപ്രാപ്തം. കാട്ടിൽ ചെന്നിട്ട് ആ തേനിങ്ങനെ കൈ കിട്ടി എന്നായിട്ടും അത് അനുഭവിക്കാത്ത, അതുപോലെ അങ്ങ് എന്ത് ചെയ്യണം? സീതയെ അനുഭവിക്കണം. ഇതൊക്കെ അനുഭവിക്കാനല്ലേ ജീവിതം. അങ്ങനെയല്ലോ മഹാഭാരതൻ രാക്ഷസന്മാരുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് സീതയെ എന്ത് പറഞ്ഞിട്ടും അങ്ങ് വശത്ത് വരുത്തണം. ശത്രുക്കളുടെ ശിരസിൽ ചവിട്ടി മെതിച്ച് അവരെ ഒരു വകയ്ക്കാക്കിയിട്ട് സീതയെ അനുഭവിക്കുന്ന വേണം. ആ സീതയെ അങ്ങേക്ക് അനുഭവിക്കാൻ കിട്ടും. പാർശ്വൻ മഹാപാർശ്വൻ സമാധാനിപ്പിക്കുകയാണ്. ഈശ്വരസ്യേശ്വരക്കേ കോസ്തി തവ ശത്രു നിബർഹണ. അങ്ങ് ഒരു മഹേശ്വരനാണ്, ഈശ്വരനാണ്. അങ്ങേക്ക് ഈശ്വരൻ ഇനി വേറെ ആരാളുള്ളത്? അങ്ങയുടെ മീതെ ആരുമില്ല. അതുകൊണ്ട് അങ്ങ് ധൈര്യമായിട്ടിരുന്നോളൂ. കാട്ടിലെത്തിയിട്ട് തേന് കുടിക്കാതെ ഇരിക്കരുത്. ആ സീതയെ അനുഭവിച്ചോളൂ. ആക്രമിച്ച് ശത്രുക്കളെ വകവരുത്തി തറപറ്റിച്ച് രാക്ഷസരാജാവെ സീതാധിപനായിട്ട് അങ്ങ് വാഴണം. അങ്ങേക്ക് ഒരൊറ്റ കുറവേ ഉള്ളൂ, സീതയുടെ ആ ഒരു കുറവ്. അതും കൂടി അവിടെ നികത്തിയാൽ അങ്ങ് ഏറ്റവും ശ്രേഷ്ഠനാവും എന്ന് പറഞ്ഞ് സീതയെ കൊണ്ടുവന്നത് ന്യായീകരിച്ചുകൊണ്ട് മഹാഭാർഷനും പറഞ്ഞു. എല്ലാം നേരിടാം, അതിൻ്റെ മുകളിൽ എന്ത് വന്നാലും നമുക്ക് നേരിടാം. കുംഭകർണ ഹാസ്മാവിർ ഇന്ദ്രജിച്ച മഹാബല. കുംഭകർണനും ഇന്ദ്രജിത്തും മെനക്കെട്ടാൽ ഇന്ദ്രനെ പോലും തോൽപ്പിക്കാൻ പറ്റും. ഇന്ദ്രജിത്ത് ഇന്ദ്രനെ ജയിച്ച ആളാണ് ആൾറെഡി. ഒരു കുംഭകർണൻ ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ കുംഭകർണൻ്റെ കാര്യം. എന്തുകൊണ്ടാണ് കുറവ്? ഇങ്ങനെ മറ്റ് സൈന്യങ്ങളും ഉണ്ട്, ആയുധങ്ങളും ഉണ്ട്, പിന്നെ എന്താണ് അങ്ങേക്ക് പേടിക്കാനുള്ളത്? അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. ഉപനം സാന്തം വാ ഭേദം വാക്യകുശലേ കൃതം
ഉപപ്രധാനം ശാന്തം വാ ഭേദം വാ ആകുശലൈ കൃതം. അകുശലൈ ഇവിടെ ചില രാജാക്കന്മാരൊക്കെ സാമദാനം ഭേദം ഒക്കെ പറഞ്ഞിട്ടുണ്ടോ, ഒക്കെ മാറ്റൂ. ഇവിടെ അതൊന്നും പറ്റില്ല. ദണ്ഡമാണ് വേണ്ടത്. സാമഭേദദാന ദണ്ഡങ്ങൾ 4 ഉപായം. 3 വിടൂ. അവരോട് ഉപദേശിക്കാനും വേണ്ട, എന്തെങ്കിലും കൊടുക്കാനുള്ള പ്രതിഫലം വേണ്ട, ഭിന്നിപ്പിച്ചിട്ട് അതും വേണ്ട. അവരെ ഇങ്ങോട്ട് ദണ്ഡം ചെയ്യുക, കൊല്ലുതന്നെ. 3 കളഞ്ഞിട്ട് 4-മത്തെ ദണ്ട് ഇവരുടെ അടുത്ത് നടക്കൂ. ശത്രുക്കളെ ജയിക്കണമെങ്കിൽ അവരെ കൊല്ലണം. അതുകൊണ്ട് സർവ്വ ആയുധങ്ങളും ഉപയോഗിച്ച് യുദ്ധം ചെയ്ത രാമനെയും ലക്ഷ്മണനെയും വധിച്ച് സീതയെ അനുഭവിക്കണം. രാവണൻ പറഞ്ഞു, പിതാമകത്യപവനംഗച്ഛന്തിം പുഞ്ചികർത്തലാം ചഞ്ചുര്യമാണാമദ്രാക്ഷം ആകാശയഗ്നിചികാമിവ. മുമ്പുണ്ടായിട്ടൊരു പൂർവ്വവൃത്താന്തം രാവണൻ പറയുകയാണ്. ചിലർക്കൊക്കെ ഒരു വാദം ഉണ്ട്, രാവണൻ സീതയെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ 11 മാസമായിട്ട്. രാവണൻ ധർമ്മിഷ്ഠനല്ലേ? തൻ്റെ സൈന്യങ്ങളെ മുഴുവനെ കൊന്നതിന് സീതയെ പ്രതികാരമായിട്ട് കൊണ്ടുവന്നു എന്നല്ലാണ്ട് സീതയെ തൊട്ടിട്ടുണ്ടോ? രാവണൻ ധർമ്മിഷ്ഠനല്ലേ? ചില ദുർബുദ്ധികളങ്ങനെ വാദിക്കും അല്ലേ? ദുർബുദ്ധികളാണ്. രാവണൻ എന്താ ഇപ്പോൾ ഒരു കുറവ്? ശത്രുക്കളെ ആരായാലും നേരിടാൻ അങ്ങനെയൊന്നുമല്ല. അപ്പം അതിന് രാവണൻ തന്നെ പറയണതായിട്ട് അവിടെ പറയണം. പണ്ടൊരു പുഞ്ചികസ്ഥലി എന്ന് പറഞ്ഞിട്ടൊരു അപ്സരസിനെ അവളുടെ സമ്മതം കൂടാതെ രാവണൻ വസ്ത്രമഴിച്ച്, ഇന്നത്തെ ഭാഷയെ പറയുകയാണെങ്കിൽ റേപ്പ് ചെയ്തു. അതിബലം പ്രയോഗിച്ച് അവളെ പ്രാപിച്ചു. ഇത് ബ്രഹ്മദേവൻ കണ്ടു. അന്ന് ശാപിച്ചു, രാവണ, ഇത് നിൻ്റെ അവസാനത്തെ സ്ത്രീ പീഡനമാണ്. ഇനി ഒരു സ്ത്രീയെ അവളുടെ സമ്മതം കൂടാതെ നീ തൊട്ടാൽ നിൻ്റെ തല 100 പൊട്ടി നുറുങ്ങും. ബ്രഹ്മശാപം വലിക്കാണ്ടിരിക്കുമോ? രാവണന് പേടി. ആ പേടി കൊണ്ടാണ് സീതയെ തൊടാതിരുന്നതെന്ന് പറയുകയാണ്. അല്ലെങ്കിൽ രാവണൻ പിച്ചി കീറിയുണ്ടാവും, അല്ലെങ്കിൽ കൊണ്ടുവരാൻ തന്നെ നിൽക്കുമോ നല്ല ബുദ്ധിയുള്ളവൻ. പക്ഷേ ഇങ്ങനെ ഒരു ശാപമുണ്ട്. ഇത് അവിടെ തുറന്നു പറഞ്ഞു എല്ലാവരോടും. അതുകൊണ്ടാണ് സീതയെ ഞാനൊന്നും ഉപദ്രവിക്കാത്തത്, ബലാത്കാരമായിട്ട് അവളെ എൻ്റെ പത്നിയാക്കാത്തത്. ബ്രഹ്മശാപം വലിച്ചിട്ടാണ്. തലണ്ടെങ്കിലല്ലേ ബാക്കിയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് രാവണനൊരു നല്ല ധർമ്മബോധമില്ല. ഈ ഒരു പേടി കൊണ്ട് സീതയെ തൊട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ തൊടാത്തത്. എൻ്റെ വായുവേഗവും എൻ്റെ ശരത്തിൻ്റെ മൂർച്ചയും രാമനും ലക്ഷ്മണനും അറിഞ്ഞിട്ടില്ല. വജ്രസമാനമായിട്ടുള്ള അവരുടെ മാറത്ത് പതിച്ചാൽ കഴിഞ്ഞു അവരുടെ കഥ. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്കവരെ ജയിക്കാൻ കഴിയും. നിങ്ങളുടെയൊക്കെ പിന്തുണ വേണം. ഉണ്ടെങ്കിൽ അവളെ എൻ്റെ വശത്തേക്ക് ഞാൻ വരുത്തും. സൂര്യൻ നക്ഷത്രപ്രഭയെ എപ്രകാരമാണോ പരാജയപ്പെടുത്താറില്ല, നക്ഷത്രം പ്രഭ സൂര്യൻ്റെ പ്രഭയെ, സൂര്യൻ ഉദിച്ചു വന്ന നക്ഷത്രങ്ങളൊക്കെ മങ്ങുകയാണ്. അതുപോലെ എൻ്റെ ആ പ്രകാശത്തിലും ശക്തിയിലും രാമലക്ഷ്മണന്മാരും വാനരന്മാരും എന്തുണ്ട്? ഒരു മനുഷ്യനെ എനിക്ക് പേടിയില്ല. ന വാസവേനാപി സഹത്ര ചക്ഷുഷ യുധാത്മിശക്യോ വരുണേന ബാബുന മായാത്തിയം ബാഹുബലേന നിർജിത പുരീപുര വൈശ്രവണേന പാലിത. വൈശ്രവണനെ തോൽപ്പിച്ച് ഞാൻ വിമാനം കൈക്കലാക്കിയിട്ടുണ്ട്. വൈശ്രവണനാവട്ടെ ഇന്ദ്രനാവട്ടെ ഒക്കെ ഞാൻ പണ്ട് കീഴടക്കിയിട്ടുള്ളതാണ് വൈശ്രവണനെ എന്ന് പറയുകയാണ്. അപ്പോൾ അവരോ ഇന്ദ്രനോ വിചാരിച്ചാൽ എന്നോട് എതിരിടാൻ സാധ്യമല്ല എന്ന ധൈര്യം അവലംബിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിഭീഷണൻ കുറച്ചും കൂടി നല്ലൊരു ഉപദേശം കൊടുക്കുകയാണ്. വിഭീഷണ വാക്യം ഒരിക്കലും പറയുണ്ടായി, ഇപ്പോൾ കുറച്ചും കൂടി പറയണം. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണന്തമുദ്ധരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണനിധനം വേദരാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.